Hi all, this is Dr. Priyam Javed and welcome back to my channel. So today we'll be talking about the most trending treatment in dentistry, that is dental implants. ഒരു പല്ല് പോയാൽ എന്താ ചെയ്യുക? അപ്പം ബേസിക്കലി there are three treatments that you can do: RPD, FPD and implants. RPD എന്ന് പറഞ്ഞാൽ റിമൂവബിൾ, FPD എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഇസ് ഇംപ്ലാന്റ്സ്. അപ്പോൾ ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ബേസിക്കലി എ പേഷ്യൻറ്റ് മോഡൽ. അപ്പോൾ ഇവിടുത്തെ ഇത് ലോവർ ടീത്ത് മോഡലാണ്. അപ്പോൾ ഇവിടെ ഇത് മിസ്സിംഗ് ആണ്. RPD എന്ന് പറഞ്ഞാൽ രാത്രി ഊരി വയ്ക്കുന്ന ടൈപ്പാണ് ആൻഡ് ലിറ്റിൽ മോർ ലെസ് കോസ്റ്റ്ലിയർ. So this can be used throughout the day and has to be removed at night. Second option ആണ് ഫിക്സഡ്. ഇപ്പോൾ ഇവിടെ ഈ ടൂത്ത് മിസ്സിംഗ് ആണ്. അപ്പം ഒരു പാലം പോലെ അപ്പുറത്തും ഇപ്പുറത്തും യു ഹാവ് സപ്പോർട്ട്, നടുവിൽ യു ഹാവ് ടു ബിൽഡ് ഇറ്റ് അപ്പ് ദ ബ്രിഡ്ജ്. അതേപോലെ തന്നെയാണ് ഫിക്സഡ്. അപ്പോൾ ഈ ടീത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള പല്ലുകളെ നമ്മൾ രാഗി ചെറുതാക്കും. എന്നിട്ട് അത് മൂന്നും കൂടെ യോജിപ്പിച്ചിട്ട് ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് വെക്കും. ആൻഡ് നൗ കമ്മിങ് to the implants. So what is an implant? Implant is basically ഒരു ടൈറ്റേനിയം മെറ്റീരിയലാണ്. അത് നമ്മൾ ബോണിലേക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ടൊരു 6 months കഴിഞ്ഞിട്ടാണ് അത് നല്ലോണം ബോണിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകാം. ഐ വിൽ ഷോ ദാറ്റ് ഇൻ ഷോർട്ട്. സോ ഹിയർ ടൂത്ത് പോയിരിക്കുകയാണ്. സോ ദിസ് ഇസ് വാട്ട് ആൻ ഇംപ്ലാന്റ് റിയലി ലുക്സ് ലൈക്ക്. സോ ദിസ് ഇസ് ബേസിക്കലി ദ ടൈറ്റേനിയം ഇംപ്ലാന്റ്. I don't know if it's visible. So this is basically the implant. അപ്പോൾ ഈ ഇംപ്ലാന്റ് നമ്മൾ ഈ പോയ സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, സോ ഹിയർ ദ ഇംപ്ലാന്റ് ഇസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ബോൺ. സോ ജനറലി ഇറ്റ് ടേക്സ് അബൌട്ട് 6 months ഫോർ ദ ആ ഇംപ്ലാന്റ് ബോണായിട്ട് നല്ലോണം ഒന്ന് ഓസ്യോ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ടൈം പിടിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ക്രൂ മതിലേക്ക് ഇടിക്കുകയാണ്. വീക്ക് ആണെങ്കിൽ ആ സ്ക്രൂ പുറത്തേക്ക് വരും. നേരെ മറിച്ച് ആ മതിൽ സ്ട്രോങ് ആണെങ്കിൽ ദ സ്ക്രൂ വിൽ സ്റ്റേ ദെയർ. ദാറ്റ് ഇസ് എക്സാക്ട്ലി ഹൗ ദ ഇംപ്ലാന്റ് വർക്ക്സ്. അപ്പോൾ ബോൺ സപ്പോർട്ട്, ബോൺ ക്വാളിറ്റി, ഓൾ ദാറ്റ് റിയലി മാറ്റേഴ്സ്. സോ ബിഫോർ വി ഡു ആൻ ഇംപ്ലാന്റ്, എ thorough checkup of the patient is done. And there are certain cases where implants cannot be done. പക്ഷേ ഇപ്പോൾ പുതിയ പല ടൈപ്പ് ഇംപ്ലാന്റ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ബീങ് ഡൺ ഇൻ എ ലോട്ട് ഓഫ് കേസസ്. അപ്പോൾ ഇവിടെ ആദ്യം ഇംപ്ലാന്റ് വെച്ചു. ആൻഡ് ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 6 months ടു ഓൾസോ ഇൻറ്റിഗ്രേറ്റ് വിത്ത് ദ ബോൺ. അത് കഴിഞ്ഞിട്ട് 6 months, ചില ആൾക്കാർ ഗൾഫിലൊക്കെ പോകുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ഒരു 1 year or 1.5 years കഴിഞ്ഞ് വന്നാലും ഇറ്റ് ഇസ് ഓക്കെ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മളത് പിന്നെയും അപ്പോഴത്തേക്കും അവിടെ ഗംസൊക്കെ ഹീലായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് ആ ഇംപ്ലാന്റ് സ്റ്റേബിൾ ആണോ നോക്കും. സ്റ്റേബിൾ അല്ലെങ്കിൽ അത് ഫെയിലിയറാണ്. അപ്പോൾ സ്റ്റേബിൾ ആണോ നോക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത പാർട്സൊക്കെ വെച്ചിട്ട് ഫൈനലി വിൽ പ്ലേസ് ദ crown on top. So here the missing teeth has been placed on the implant. So the biggest advantage of doing an implant is, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ചെയ്തപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ള നല്ല സ്ട്രോങ് ടീത്തിനെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഫിക്സഡ് ചെയ്തത്. ഇംപ്ലാന്റ് ചെയ്യുമ്പം ആ പോയ പല്ലിനെ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. So next time before you place your teeth, think thoroughly whether you need to do an implant, a fixed or an RPD. I hope you found this video useful. If you need to know more, you can please comment and let me know about your doubts. Thank you for watching. Bye.